പഴയങ്ങാടി ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയുമായി ഏഴോം ഗ്രാമപഞ്ചായത്ത് അധികൃതർ പ്രദേശത്തെ ഓവുചാലുകൾ JCB ഉപയോഗിച്ച് ശുചീകരിച്ചു. കണ്ണൂർ വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി. മഴ പെയ്തതോടെ പഴയങ്ങാടി പട്ടണത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പഴയങ്ങാടി കുളങ്ങരപ്പള്ളി മുതൽ ബസ് സ്റ്റാൻഡ് വരെ KSTP റോഡിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. KSTP റോഡിലെ ഓവുചാലുകൾ മഴയ്ക്ക് മുൻപേ ശുചീകരിച്ചിരുന്നില്ല. ഇത് വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമായി. വെള്ളക്കെട്ട് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ഇത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ഓവുചാലുകളിലെ സ്ലാബ് നീക്കി JCB ഉപയോഗിച്ച് ചെളിയും മണ്ണും നീക്കം ചെയ്തു. പ്രവൃത്തി വരും ദിവസങ്ങളും തുടരുമെന്നും മഴ നേരത്തെ എത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ പറഞ്ഞു. വളരെ രൂക്ഷമായ സ്ഥിതിയാണ് സമീപ ദിവസങ്ങളിലുണ്ടായത്. എല്ലാ കാലങ്ങളും ഈ വർഷകാലത്ത് ഉണ്ടാവുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ അതിവർഷം ഈ പഴയങ്ങാടി ടൗണിലെ മിക്കവാറും കടകളിൽ വെള്ളം കയറുകയും ചെയ്യുന്ന ഒരവസ്ഥ 2-3 വർഷമായിട്ടുണ്ട്. പക്ഷേ കൊല്ലം നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ എരുവര മുതൽ പഴയങ്ങാടി വരെയുള്ള 2 പ്രാവശ്യത്തിലുള്ള ഡ്രെയിനേജ് അത് സ്ലാബ് തുറന്ന് അതിൽ ഭീമമായ തരത്തിൽ ഈ മാലിന്യങ്ങളും അതുപോലെ മണ്ണും വന്ന് നിറഞ്ഞ് അത് ഒഴിവാക്കാനുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് PV അബ്ദുള്ള എന്നിവർ ശുചീകരണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.